ഹായ് ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ പുതിയതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനലിൽ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പിറന്നാൾ ദിവസത്തെ ഒരു ചെറിയൊരു കുഞ്ഞു വ്ളോഗാണേ. അപ്പം നമ്മൾ രാവിലെ തന്നെ അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു. നമ്മളിന്ന് ചോറ്റാനിക്കര അമ്പലത്തിലാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ രാവിലെ ഒരു 7:30 കഴിഞ്ഞപ്പോഴാണ് നമ്മൾ പോയി. അവിടെ ചെന്നപ്പോൾ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. നമ്മളവിടെ എത്തിയപ്പോഴേക്കും 9 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. തിരക്കുണ്ടായെങ്കിലും നമ്മൾ രാവിലെ തന്നെ വന്നതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തൊഴുത് പോകാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ തൊഴുതൊക്കെ കഴിഞ്ഞ് നമ്മൾക്ക് ഹിൽ പാലസിൽ കയറാനുള്ള പ്ലാനും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളിവിടുന്ന് വേഗം തന്നെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനിങ്ങനെ കുളത്തിൻ്റെ വീഡിയോസൊക്കെ എടുത്ത് കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ വീഡിയോസ് എടുത്തിട്ട് ഒരു ഫോണൊക്കെ അവിടെ താഴത്ത് കിടപ്പുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ അധികം വീഡിയോസൊന്നും എടുക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇങ്ങനെ താഴത്തോട്ടൊക്കെ കുഞ്ഞു കുഞ്ഞു അമ്പലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ പോയി തൊഴുത് നമ്മളിങ്ങനെ പോണ വഴിക്ക് ഫുള്ളിങ്ങനെ കൈ നോക്കാനൊക്കെ ആൾക്കാരുണ്ടാവും. അങ്ങനെ ഒരുപാടുണ്ട് കേട്ടോ. ഇന്ന് നമ്മൾ ആനനെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങോട്ട് ആ ഭാഗത്തേക്കൊന്നും ആരും പോകണുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മളും അങ്ങോട്ടൊക്കെ ഒന്നും പോയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ ഫുള്ള് തൊഴുതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് വിശക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഉള്ളൊരു ഹോട്ടലിൽ കയറിയിട്ട് നമ്മൾ മസാല ദോശയൊക്കെ വാങ്ങി കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ 7:30 ഇറങ്ങിയെങ്കിലും നമ്മളവിടെ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും 9 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു 10:30 കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ അവിടെ നിന്ന് തിരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നേരെ ചായയൊക്കെ കുടിച്ചു. നമ്മൾ നേരെ ഹിൽ പാലസിലേക്കാണ് പിന്നെ പോകുന്നത്. എത്ര രാവിലെ വന്നെന്ന് പറഞ്ഞാലും നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ചില ഭാഗങ്ങളിലൊക്കെ ഭയങ്കരമായിട്ട് ബ്ലോക്ക് ഉണ്ടായിരുന്നു. പിന്നെ ഹിൽ പാലസിൽ എത്തിക്കഴിയുമ്പോൾ നമ്മൾ ടിക്കറ്റ് എടുക്കണം കേട്ടോ. പിന്നെ നമുക്ക് എല്ലാത്തിനും ടിക്കറ്റ് ചാർജ് കൊടുക്കണം കേട്ടോ. അപ്പം അതിനാണെങ്കിൽ ആൾ വീതം എടുക്കണം. അതുപോലെ തന്നെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനും. പിന്നെ ഫോൺ നമ്മൾ ഫോട്ടോ എടുക്കുന്നതാണെങ്കിൽ ചെറിയൊരു ചാർജ് വരുള്ളൂ. പക്ഷേ നമ്മൾ ക്യാമറ എടുക്കുന്നുണ്ടെങ്കിൽ അത്യാവശ്യം ചാർജ് വരും കേട്ടോ, ടിക്കറ്റ് ചാർജ്. അങ്ങനെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് നമ്മൾ ഫോണിൻ്റെ എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ ഇതൊക്കെ എടുത്ത് എങ്കിലും ഫോണിൻ്റെ എടുത്താലും നമുക്ക് വീഡിയോ എടുക്കാനായിട്ട് ചില ഭാഗത്തൊന്നും സമ്മതിക്കില്ല കേട്ടോ. അവർ കണ്ടു കഴിഞ്ഞാൽ ഫോട്ടോ എടുത്തോന്ന് പറയും. അപ്പം നമ്മളോട് എടുക്കേണ്ടെന്ന് പറഞ്ഞ ഭാഗമൊന്നും നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ കുറച്ച് വീഡിയോസ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ കേട്ടോ. കുറച്ച് ഭാഗങ്ങൾ മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഒരുപാട് കാണാനുണ്ട് കേട്ടോ ഇവിടെ ഉള്ളിൽ. നമ്മൾ കുറേ ഭാഗമൊക്കെ കണ്ട് പിന്നെ കുറേയൊക്കെ ഒന്ന് നടന്ന് ക്ഷീണിച്ചുകൊണ്ട് തന്നെ നമ്മൾ കുറേയൊന്നും അങ്ങോട്ട് കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ മെയിനായിട്ട് കാണുന്നത് പണ്ട് രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്ന എല്ലാ വസ്തുക്കളും അവിടെ കാണാനായിട്ട് പറ്റും. നമ്മളിവിടെ കയറുമ്പോൾ ചെരുപ്പ് ഊരിയിട്ട് വേണം കയറാനായിട്ട്. ചെരുപ്പ് ഊരി വെക്കാനൊക്കെ ആയിട്ട് അവിടെ ഒരു ക്ലോക്ക് റൂം എന്ന് പറഞ്ഞിട്ടൊരു റൂമുണ്ട് കേട്ടോ. അവിടെ ആയിട്ട് നമുക്ക് ചെരുപ്പുകൾ വെക്കാം. അങ്ങനെ നമ്മൾ ഫുള്ള് കാഴ്ചകളൊക്കെ കണ്ട് പിന്നെ നമ്മൾ ചെരുപ്പൊക്കെ എടുത്തതിന് ശേഷം പിന്നെ താഴോട്ട് വേണ്ടിട്ടാ കാണാനായിട്ട് കുറേ അങ്ങോട്ട് കാണാനുണ്ട്. പക്ഷെ നമ്മളങ്ങനെ എല്ലാ ഭാഗമൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് ഭാഗം കണ്ടിട്ട് നമ്മൾ നേരെ പോന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നേരെ വീട്ടിൽ വന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫുഡ് കഴിച്ച് നൈറ്റ് പ്രത്യേകിച്ച് ചില പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല. ഈ ഒരു ഡയറി മിൽക്ക് എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ്. പിന്നെ എനിക്ക് കേക്കും കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്തു. അപ്പോൾ ഇതാണ് എൻ്റെ പിറന്നാൾ ദിവസത്തെ ചെറിയൊരു വ്ളോഗ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ.